ഡിജിറ്റൽ യുഗത്തിൽ ജീവിതം കൂടുതൽ എളുപ്പമായെങ്കിലും അതിനൊപ്പം കെണികളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വിരൽത്തുമ്പിൽ സേവനങ്ങൾ ലഭ്യമാകുമ്പോൾ അല്പമൊന്ന് കൺതെറ്റിയാൽ വലിയ സാമ്പത്തിക നഷ്ടങ്ങളിലേക്ക് അത് ചെന്നെത്തിക്കാം. ഗൾഫ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് UAE-യിൽ താമസിക്കുന്ന പ്രവാസികളും സ്വദേശികളും ഒരേപോലെ അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായ 2 സുരക്ഷാ മുന്നറിയിപ്പുകളാണ് ഇപ്പോൾ അധികൃതർ നൽകുന്നത്. ആകർഷകമായ ഓഫറുകളിൽ മയങ്ങി ഓൺലൈൻ ചതിക്കുഴികളിൽ വീഴാതിരിക്കാനും അവധിക്കാല യാത്രകൾ പോകുമ്പോൾ അശ്രദ്ധ കാരണം പോക്കറ്റ് ചോരാതിരിക്കാനും പ്രവാസികൾ അതീവ ജാഗ്രത പുലർത്തണം. നിയമങ്ങൾ കൃത്യമായി പാലിച്ചാൽ മാത്രമേ സുരക്ഷിതമായ ഒരു പ്രവാസ ജീവിതം സാധ്യമാകൂ. എന്തായാലും ആദ്യത്തെ മുന്നറിയിപ്പിലേക്ക് വരാം. വാഹന ഇൻഷുറൻസ് ഓൺലൈനിലൂടെ എടുക്കുന്നവർ തട്ടിപ്പുകാരുടെ വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെ കുറിച്ച് ജാഗ്രത പാലിക്കണമെന്നാണ് UAE ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന മുന്നറിയിപ്പ്. വാഹന ഇൻഷുറൻസ് കമ്പനികളുടെയും ഇൻഷുറൻസ് ഓഫീസുകളുടെയും പേരിൽ വ്യാജ അക്കൗണ്ടുകൾ സൃഷ്ടിച്ച് കുറഞ്ഞ നിരക്കിൽ ആകർഷക ഓഫറുകൾ പ്രഖ്യാപിച്ചാണ് തട്ടിപ്പ് നടത്തുന്നത്. പണം മുൻകൂറായി കൈക്കലാക്കുന്ന സംഘം പിന്നീട് പോർട്ടൽ പ്രവർത്തനരഹിതമാക്കും. ഇതുപോലെ തട്ടിപ്പ് കേസുകൾ ധാരാളം നടക്കുന്നുണ്ട്. ഓൺലൈനിൽ ഇൻഷുറൻസ് വാങ്ങുന്നതിന് മുമ്പ് കമ്പനിയോ ബ്രോക്കറോ ഔദ്യോഗികമായി ലൈസൻസ് നേടിയിട്ടുണ്ടെന്ന് ആദ്യം ഉറപ്പാക്കണം. രാജ്യത്ത് അംഗീകൃതമായ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഇൻഷുറൻസ് ഉള്ള ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും മാത്രമാണ് സേവനം തേടേണ്ടത്. യുക്തിക്ക് നിരക്കാത്ത വിവിധ കുറഞ്ഞ നിരക്കിലുള്ള ഓഫറുകളിലും സംശയാസ്പദമായ പരസ്യങ്ങളിലും വീഴരുത്. മാത്രമല്ല, സ്ഥിരീകരിക്കാത്ത ഉറവിടങ്ങളിൽ വ്യക്തിഗത വിവരങ്ങളും പണമിടപാട് വിവരങ്ങളും പങ്കുവയ്ക്കാൻ പാടില്ല. സംശയാസ്പദമായ അക്കൗണ്ടുകളോ ഓഫറുകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ അധികൃതരെ വിവരം അറിയിക്കണം. ഓൺലൈൻ ഇടപാടുകൾ നടത്തുമ്പോൾ ഉപഭോക്താക്കൾ അന്ധമായി ഓഫറുകളെ വിശ്വസിക്കുന്ന ഒരു രീതിയുണ്ട്. അത്തരം ആകർഷകമായ ഓഫറുകളാണ് ഈ തട്ടിപ്പുകാർ നമുക്ക് മുൻപിൽ പലപ്പോഴും വെക്കുന്നത്. വ്യാജ പ്രൊഫൈലുകൾ യഥാർത്ഥ കമ്പനികളുടേതാണെന്ന രീതിയിൽ തോന്നിപ്പിക്കുന്ന ലോഗോകളും രൂപകൽപ്പനയും ഒക്കെ ഉപയോഗിച്ചാണ് ആളുകളെ അവർ ആകർഷിക്കുന്നത്. അതിനാൽ പണം കൈമാറുന്നതിന് മുൻപ് വെബ്സൈറ്റിന്റെ സുരക്ഷയും ആധികാരികതയും ഉറപ്പാക്കണം. സംശയകരമായ ലിങ്കുകളിലോ അജ്ഞാത ആപ്പുകളിലോ ബാങ്ക് വിവരങ്ങൾ നൽകുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം. ഒരുപാട് തട്ടിപ്പുകളുടെ ഇടയിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തിഗത വിവരങ്ങളും ബാങ്ക് വിവരങ്ങളും ഒക്കെ നൽകുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം നൽകാൻ. അല്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ട് നിങ്ങളുടെ പണം മുഴുവൻ നഷ്ടമാകും. ഇതാണ് ആദ്യത്തെ മുന്നറിയിപ്പ്. ഇനി രണ്ടാമത്തേതിലേക്ക് വന്നാൽ അത് ദുബായ് മുനിസിപ്പാലിറ്റിയുടെ ഒരു മുന്നറിയിപ്പാണ്. വേനലവധിക്ക് വിദേശ യാത്രയ്ക്കോ ദീർഘകാല അവധിക്കോ പോകുന്നവർ വാഹനങ്ങൾ പൊതുസ്ഥലങ്ങളിൽ ഉപേക്ഷിക്കാൻ പാടില്ല. ഇതിനോടൊപ്പം 5 നിർദ്ദേശങ്ങളും അധികൃതർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ദീർഘനാൾ പരിപാലനമില്ലാതെ വാഹനങ്ങൾ പൊതുസ്ഥലങ്ങളിൽ പൊടി പിടിച്ച് കിടന്ന 500 ദിർഹം പിഴ ഈടാക്കും. അവധിക്കാലത്ത് യാത്ര പോകുമ്പോൾ വാഹനങ്ങൾ സുരക്ഷിതമായ പാർക്കിംഗ് സ്ഥലങ്ങളിൽ മാത്രം നിർത്തുക. ജനവാസമില്ലാത്ത പ്രദേശങ്ങളിലോ മണൽ പ്രദേശങ്ങളിലോ പാർക്ക് ചെയ്യാതിരിക്കുക. പതിവായി അറ്റകുറ്റപ്പണികളും വൃത്തിയാക്കലും ഉറപ്പാക്കുക. വാഹനങ്ങൾ സംരക്ഷിക്കാൻ കവർ ഉപയോഗിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് മുനിസിപ്പാലിറ്റി മുന്നോട്ട് വെക്കുന്നത്. നഗരത്തിന്റെ ഭംഗി നശിപ്പിക്കുന്ന തരത്തിൽ പൊതുസ്ഥലങ്ങളിൽ വാഹനങ്ങൾ വൃത്തികേടായി കിടക്കുന്നത് കടുത്ത നിയമലംഘനമായിട്ടാണ് കാണുന്നത്. ഏതൊരു രാജ്യത്ത് ജീവിക്കുമ്പോഴും അവിടുത്തെ നിയമവ്യവസ്ഥകളെയും നിർദ്ദേശങ്ങളെയും ബഹുമാനിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ്. സാങ്കേതിക വിദ്യയുടെ വളർച്ചയെ തട്ടിപ്പുകാർ അവരുടെ ആയുധമാക്കുമ്പോൾ ജാഗ്രത മാത്രമാണ് ഉപഭോക്താക്കൾക്ക് മുന്നിലുള്ള ഏക പ്രതിരോധം. ചെറിയൊരു അശ്രദ്ധ പോലും വലിയ പിഴകളിലേക്കും നിയമ നടപടികളിലേക്കും പ്രവാസികളെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് അപരിചിതമായ ഓൺലൈൻ ലിങ്കുകളോടും അതിശയിപ്പിക്കുന്ന ഓഫറുകളോടും എപ്പോഴും അകലം പാലിക്കുക. ഒപ്പം അവധിക്കാല യാത്രകൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യുമ്പോൾ തന്നെ വാഹനങ്ങളുടെ സംരക്ഷണത്തിന് കൂടി മുൻഗണന നൽകണം. നിയമപാലകരുമായി സഹകരിച്ച് സുരക്ഷിതവും സമാധാനപരവുമായ ഒരു സാമൂഹിക അന്തരീക്ഷം നിലനിർത്താനാണ് പ്രവാസികൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങളെല്ലാം അതേപടി പാലിക്കുക. ഈ പറഞ്ഞ 2 പ്രധാനപ്പെട്ട വാർത്തകളാണ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇൻഷുറൻസിന്റെ പേരിൽ ഉണ്ടാവുന്ന തട്ടിപ്പുകളിൽപ്പെട്ട് ഒരുപാട് പേർക്ക് പണം നഷ്ടമാവുന്നുണ്ട്. അതുപോലെ തന്നെ അവധിക്കാല യാത്രയ്ക്ക് നാട്ടിലേക്ക് തിരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വാഹനം സുരക്ഷിതമായൊരു സ്ഥലത്ത് വേണം പാർക്ക് ചെയ്യാൻ. ഇല്ലെങ്കിൽ പിഴയും നിയമ നടപടിയും ഒക്കെ പിന്നാലെ വരും.